ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഇറച്ചിപ്പരിപ്പുവട തയ്യാറാക്കിയാലോ, അല്ലെങ്കിൽ ചിക്കൻ പരിപ്പുവടയൊക്കെ തയ്യാറാക്കി നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇഫ്താറിനൊക്കെ നിങ്ങൾക്ക് നല്ല സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പരിപ്പ് ഒരു 4 മുതൽ 5 മണിക്കൂർ നേരം വരെ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ടിട്ട്. ഇനി അത് ഒരു തരി പോലും വെള്ളം ചേർക്കാതെ ഗ്രൈൻഡറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കാമെന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആയിട്ടല്ല കേട്ടോ അരയ്ക്കുക. പരിപ്പ് വടയുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഒരു മീഡിയം സൈസ് ഒന്ന് അരച്ചെടുക്കണ പോലെ, പേസ്റ്റ് ആക്കാതെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ഉള്ളൊരു സവാള നല്ലതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, അതുപോലെ തന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നൈസായിട്ട് അരിഞ്ഞതും, ഒരല്പം കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ, ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് വേവിച്ചതാണ്. അത് നല്ലതുപോലെ പിച്ചിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൈൻഡറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ചീന്തി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് പൊടികളായിട്ടുള്ള 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഒരല്പം മുളക് പൊടി, പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരല്പം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൈ വെച്ചിട്ട് നല്ലതുപോലെ എല്ലാതും മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. നല്ലതുപോലെ കുഴച്ച് ലാസ്റ്റ് നമുക്ക് ഉരുള പിടിക്കുമ്പോൾ ഇങ്ങനെ നല്ല സ്റ്റിഫായിട്ട് നല്ല ടൈറ്റായിട്ട് ഇരിക്കണം പോലെ നമുക്ക് മനസ്സിലാവും. അത്ര വരെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പരിപ്പിൽ നിന്നൊക്കെ ഉള്ള ഒരു കുറച്ച് വെള്ളവും പിന്നെ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ കൂടി ഇറങ്ങി, ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാരണം സവാള നമ്മൾ നല്ലതുപോലെ തിരുമ്പുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വന്നോളൂ. അപ്പോൾ ഇതാ ഞാൻ കൈ വെച്ച് തന്നെ മാക്സിമം നല്ലതുപോലെ തിരുമ്മി നല്ല യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എല്ലാതും കൂടി. അപ്പോൾ മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർക്കണോണ്ട് തന്നെ കൈ നല്ലപോലെ എരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. വളരെ കുറച്ച് നേരം കേട്ടോ, എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി അതിന് ശേഷം നമുക്ക് പരിപ്പ് വടയുടെ ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്ന് ജസ്റ്റ് തടവി കൊടുത്താൽ കേട്ടോ, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുഞ്ഞു ഉരുളകളായിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ പരിപ്പ് വട ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയ സൈസിലുള്ള പരിപ്പ് വടകൾ കടയിൽ നിന്ന് കിട്ടുന്ന അത്ര വലുതാക്കി ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു ഉരുളകളാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതോ ചെറുതോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിതുപോലെ എല്ലാതും കുഞ്ഞു ഉരുളകളിൽ നിന്ന് തന്നെ നല്ല ചെറിയ പരിപ്പ് വടകൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചൂടാക്കാൻ വെച്ച് നേരിട്ട് ചെയ്ത് അപ്പം ഇട്ട് കൊടുക്കാം. അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ഉണ്ടാക്കി വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് എടുത്തിടുന്നേക്കാളും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ഇതേപോലെ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഡയറക്റ്റ് ഇട്ട് കൊടുക്കണം ചെയ്യുന്നത്. അപ്പോൾ സ്പീഡുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ആദ്യം വെന്ത് വരും. അപ്പോൾ അതനുസരിച്ച് റെഡിയാക്കി എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, കുറച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതേസമയം ഞാനിവിടെ പാനിൽ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പുവടയൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കണമെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് പാനിലൊഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പരന്നിട്ടുള്ളൊരു ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരേ ടൈമിൽ ഒരുപാടെണ്ണം തന്നെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊക്കെ ഇതാ ചട്ടിയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ടോ, അധികം നേരമൊന്നും വേണ്ട. പിന്നെ അത് മാത്രമല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കിയെടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾവശം വേവില്ല. അപ്പോൾ സ്ലോ ഫയറിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ഓരോ സൈഡ് ആവണതിനനുസരിച്ച് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുമിച്ചിട്ട് ഇടാത്തതിൻ്റെ കുഴപ്പമാണ് ആദ്യം ഫ്രൈ ചെയ്ത് വരുന്നതും. പിന്നെ കണ്ടില്ലേ, ഏറ്റവും അവസാനം ഇട്ടതൊക്കെ പതുക്കെ ആവണുള്ളൂ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ മറച്ചിട്ട് കൊടുക്കാനായിട്ട്. ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം ഒരേ സമയം തന്നെ ഫ്രൈ ആയി കിട്ടും. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഇട്ടത് ഫസ്റ്റായിട്ട് ഫ്രൈ ആയി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി.
അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിലെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റാം. എല്ലാതും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫ്രൈ ആയി വന്നത് നമുക്ക് ആദ്യം തന്നെ അങ്ങോട്ട് കോരി മാറ്റിയിട്ട് ഇനി അടുത്ത ട്രിപ്പും കൂടി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ചിക്കൻ പരിപ്പ് വട റെഡിയാക്കാൻ പറ്റുക. സാധാ പരിപ്പ് വട പോലെ തന്നെ അതിലേക്ക് എക്സ്ട്രാ ചിക്കൻ ആഡ് ചെയ്യണമെന്ന് മാത്രം. പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഫ്താറിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി സ്നാക്കാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടുമ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.